സ്റ്റാൻഡപ്പ് സ്റ്റേജിൽ നിന്ന് ഞാനിങ്ങനെ സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഒരു ബിൽഡപ്പ് ആയിട്ട് ബെൽഫാസ്റ്റ് പോയിട്ട് സ്റ്റാൻഡപ്പ് കോമഡി കാണാൻ തീരുമാനിച്ചു. മറ്റയാള് തമാശകളൊക്കെ പറഞ്ഞു തുടങ്ങി, ഓൺലൈൻ ജോക്കുകളായിരുന്നു. ഞാൻ കൈയടിച്ചു, ആള് തമാശ നമ്മൾ കൈയടിച്ചു. അപ്പൊ ആള് പറഞ്ഞൊരു തമാശ ഞാനിപ്പോ ഇവിടെ പറയാം, മലയാളത്തിലായിട്ട് പറയാം. മലയാളത്തെ എന്തുകൊണ്ട് മാതൃഭാഷ എന്ന് വിളിക്കുന്നു, പിതൃഭാഷ എന്ന് വിളിക്കുന്നു, മാതൃഭാഷ എന്നാണ് വിളിക്കുന്നത്. അത് പറഞ്ഞ ഉത്തരം എന്താണ്? ചിലപ്പോൾ അധികം ലോജിക്കലായിട്ട് തോന്നും. അച്ഛന് വളരെ കുറച്ച് മാത്രം സംസാരിക്കാൻ അവസരം കിട്ടുകയും അമ്മ എപ്പോഴും സംസാരിക്കുകയും ചെയ്യുന്നതാണ് മാതൃഭാഷ എന്ന് വിളിക്കുന്നത്. പിന്നെ ജോക്കുകളിങ്ങനെ വന്നുകൊണ്ടിരുന്നു, കൈയടിച്ചുകൊണ്ടിരുന്നു. ആദ്യം വലിയ കുഴപ്പമുണ്ടായില്ല. എന്താ വെച്ചാൽ ആളും ഞാനും ജോക്ക് അടിക്കുന്നത് ഒരു സൈറ്റിൽ നിന്നായ കാരണം വലിയ കുഴപ്പമുണ്ടായില്ല. എനിക്ക് ആദ്യം മനസ്സിലായി. അത് കഴിഞ്ഞൊരു 5-8 ജോക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ കൈയടിക്കൊരു ലാഗ് വരും. 2-3 സെക്കൻഡ് കഴിഞ്ഞ് കൈയടിക്കുള്ളൂ. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്തേൺ ഭാഷയെ നമ്മളത് അറിയാവുന്ന ഇംഗ്ലീഷിലേക്ക് മാറ്റണം, പിന്നെ അതിനെ മലയാളത്തിലേക്ക് മാറ്റണം. അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലാണെങ്കിൽ തൃശ്ശൂർ ഭാഷയ്ക്ക് മാറ്റിയാൽ മാത്രമേ കൈയടി നടക്കുള്ളൂ. അതായത് അത് കഴിഞ്ഞ് 2-3 സെക്കൻഡ് നമ്മൾ 2 മിനിറ്റ് ആയി എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുക. ഞാൻ വിചാരിച്ചു കാശ് പോയി മാനെങ്കിലും പോകണ്ടെന്ന് വിചാരിച്ചു. അടുത്ത ആള് പറഞ്ഞു നിർത്തുമ്പോഴേ കൈയടിനെ ഉറപ്പിച്ചിട്ടുണ്ടായി. അതുപോലെ ആള് പറഞ്ഞു നിർത്തി, ഞാൻ കൈയടിച്ചു. അപ്പൊ എല്ലാവരും ഇത്ര നേരം ഇരുന്ന് നോക്കിയുള്ളൂ. ഇപ്പൊ എല്ലാവരും നിന്ന് നോക്കി. എന്നിട്ട് എന്റെ അമ്മ എന്തൊരു പുരുവാനായിരുന്നു. നോക്കിയപ്പോ ബാക്കിൽ എന്തിരുന്ന ആള് ഫോട്ടോ പറ്റിട്ട് ആളിപ്പോ തന്നെ പറഞ്ഞത് ആളുടെ അമ്മ മരിച്ചു കഴിഞ്ഞ ആഴ്ച. അപ്പൊ എല്ലാവരും മൗനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ കയ്യടി കൊണ്ട് അടിച്ചത്. അപ്പൊ ഞാൻ അവിടുന്ന് നോക്കാനൊന്നുമില്ല. അപ്പൊ തന്നെ അവിടെ സ്കൂട്ടായി. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചെയ്താൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. തമാശ പറഞ്ഞ് കൈയടിക്കാണ്. അത് ഒന്ന് ലഘൂകരിക്കാനായിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം. തമാശ പറഞ്ഞ് കൈ പൊക്കി കാണിക്കാം. അല്ല കൈയടി കിട്ടിയില്ല കേട്ടാ. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ നല്ല ഒരാളുടെ കാര്യം, പ്രതാപന്റെ വാശി. ഞാൻ പേരൊക്കെ ഉണ്ടായിരുന്നു, പ്രതാപന്റെ വാശി എന്നാണ് അതിന്റെ പേര്. പ്രതാപനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളുകളൊരു ഇൻഡസ്ട്രി ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് പ്രത്യേകിച്ച് ആളൊരു പെൺകുട്ടിയെ ലൈൻ എടുത്ത് കഴിഞ്ഞാൽ മാക്സിമം 1 മാസം, അതിനുള്ളിൽ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിരിക്കും. വേറെ 12 മണിക്കാര് ഗ്രഹണക്കാരൊക്കെ എന്താ വെച്ചാൽ പ്രധാനമായിട്ട് പെൺകുട്ടിയുടെ പിന്നാലെ പോക്ക് ലൈൻ അടിക്കുന്നുണ്ട് കഴിഞ്ഞാൽ വേഗം ആ കുട്ടിയുടെ വീട്ടിൽ പോയി, അട്ടത്തിനോട് വീട്ടിൽ പോയി വെറുതെ ഒരു പരിചയപ്പെട്ട് മറ്റേ ഒന്നും കണ്ടാതെ ഇരിക്കാൻ. അതായത് കല്യാണം എന്തായാലും 1 മാസത്തിനുള്ളിൽ ഉണ്ടാവും. അപ്പൊ ബിസിനസ് പോകണ്ടാകുന്ന അതാണ് പ്രതാപേട്ടൻ. അപ്പൊ അങ്ങനെ പ്രതാപേട്ടൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു മാനേജറിന്റെ മോഡലാണ്. അപ്പൊ അത് പുതിയതവിടെ വന്നതാണ്. ഞാൻ ആൾക്ക് ഇത്രയും കാലം ചാൻസ് കിട്ടുന്നില്ല. മേജർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഥാപാത്രമാണ്. മേജറിന്റെ 1-2 മിനിറ്റ് ഞാൻ ഇവിടെ പറയാം. മേജറേട്ടന്റെ അവിടെ പശുവിനെ കുത്തിവെക്കാനായിട്ട് ഒരു മൃഗ ഡോക്ടറും. അപ്പൊ മൃഗ ഡോക്ടർ അപ്പൊ മേജറിനെ ഇങ്ങനെ പിടിച്ചേക്കാണ്, പശുവിന്റെ മൂക്കേറി ഇങ്ങനെ പിടിച്ച് ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ മൃഗ ഡോക്ടർ ഇങ്ങനെ കുത്തിവെക്കാൻ നിൽക്കുക. അപ്പൊ മൃഗ ഡോക്ടറോട് മൃഗ ഡോക്ടർ മേജറേട്ടനോട് പറഞ്ഞു, ഈ വലിയ സുഖി കണ്ട ആ കണ്ണത് കുത്തിക്കോളാൻ പറഞ്ഞു. ആള് കുത്തിവെക്കാൻ പോയല്ല, വേഗം ആളുടെ കണ്ണ് കുത്തി. ശരി. അപ്പൊ മൃഗ ഡോക്ടർ 4 കൊല്ലം പോയി കരുത കഴിവെടുത്തു. ഇതില് മൃഗ ഡോക്ടർ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിണ്ടായി, എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം. അപ്പൊ ഇങ്ങനെ പ്രധാനമായിട്ടും ഇങ്ങനെ ആളുടെ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടില് പഠിക്കുന്ന ഒരു കുട്ടിയെ ലൈൻ അടിക്കാൻ തീരുമാനിച്ച ആള് പരിപാടികളൊക്കെ തുടങ്ങി. ആള് പൂ കൊടുത്തു, മാല കൊടുത്തു, ഓറഞ്ച് കൊടുത്തു. അങ്ങനെ ആളുടെ ഓരോ റൊട്ടീൻസ് ഉണ്ട്. അപ്പോഴേക്ക് ഏകദേശം അവിടുത്തെ എല്ലാവർക്കും മനസ്സിലായി ഏകദേശം തൃശ്ശൂർ ജില്ല മുഴുവനാണ്. അങ്ങനെ ദൈവം ഡോക്ടർ കേട്ടായിരുന്നു. പക്ഷെ അവിടെ 2 ആള് മാത്രം അറിഞ്ഞില്ല. ഇവിടെ ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ മറ്റേ ഡിസ്ട്രിക്ട് ജഡ്ജോ അങ്ങനെ ആരെങ്കിലും ആണ്. ആരുമല്ല, ഒന്നാ പെൺകുട്ടി, പിന്നെ മേജറേട്ടൻ. മേജറേട്ടനോട് ആരും പറഞ്ഞില്ല. എന്താ ആളുടെ ഈ കഥകളുടെ ഇതുകൊണ്ട് പതിവ് പോലെ കാര്യങ്ങൾ. ആ കുട്ടിയുടെ അമ്മയൊക്കെ അറിഞ്ഞു, അമ്മാവനെ അറിഞ്ഞു. ഭയങ്കര സന്തോഷമായി. എന്താ കാര്യം വെച്ചാൽ ഇപ്പൊ കല്യാണം നടക്കാൻ പോലെ എല്ലാവരും കേട്ടിട്ടുണ്ട് ഇതിനെ കുറിച്ച്. അങ്ങനെ കുട്ടിയുടെ പതിവ് പോലെ ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്തു. കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചു. 1 മാസം
ഞാൻ ഉറപ്പിച്ചു. ഇത്തവണ അപ്പൊ ഇങ്ങനെ പ്രതാപ് ഇങ്ങനെ വിഷമിച്ച് ഞങ്ങളവിടെ ഒരു ചായകളുണ്ട്, അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ആ പ്രതി എന്ന് പറഞ്ഞിട്ട് പ്രതാപിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. പ്രതിയുടെ ഒരു കഥ ഞാൻ അവിടെ പറയാം. അപ്പൊ പ്രതി ഒരു ദിവസം സൈക്കിള് ഡബിൾ വെച്ചിട്ട് പോലീസ് വിളിച്ചു, സമ്മൻസ് വന്നു, കോടതിയിൽ വിളിച്ചു. അപ്പൊ അങ്ങനെ പ്രതി കോടതിയിൽ പോയി. കോടതിയിൽ പ്രതി ചെന്നപ്പോ അവിടെ അവര് വിളിച്ചു ചോദിച്ചു, പ്രതി ഹാജരുണ്ടോ, പ്രതി ഹാജരുണ്ടോ, പ്രതി ഹാജരുണ്ടോ. പ്രതി ഞാൻ ആള് വീട്ടിൽ കയറുന്നു. അങ്ങനെ ഭയങ്കര വാദങ്ങളൊക്കെ നടന്നിട്ട് ജഡ്ജി മറ്റേ ജീവപര്യന്തം ശിക്ഷിക്കുന്നതിന് മുമ്പ് പ്രതിയുടെ ഭാഗ്യത്തിന് മറ്റേ വാദിഭാഗം പറ്റി മനസ്സിലായി ഈ പ്രതിയല്ല മറ്റേ പ്രതി. സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മുസ്ലിയാർ വധക്കേസിന്റെ വാദം നടന്നുകൊണ്ടിരിക്കുക. അതിലെ പ്രതി ഹാജരുണ്ടോന്ന് ചോദിച്ചാലാണ് ഈ പ്രതി കയറുന്നത്. ശരിയല്ലേ? പ്രതി എന്നപ്പോ പ്രതാപന്റെ ഉപദേശകൻ. അപ്പൊ പ്രതാപനോട് പ്രതി പറഞ്ഞു, ഇതൊന്നുകൊണ്ടും പേടിക്കില്ല, ഇതൊക്കെ ശരിയാക്കിയതാണ്, നമുക്ക് പെൺകുട്ടി വരുത്തി കൊണ്ടിരിക്കാനുള്ള പരിപാടികൾ ചെയ്തു തരാമെങ്കിൽ ഞങ്ങൾ പ്ലാൻ തയ്യാറാക്കി പോകുന്നത്. അപ്പൊ ഞങ്ങളവിടെ ഒരു 2 അമ്പലങ്ങളുണ്ട്, ഒരു ശിവന്റെ ഒരു പാർവതിയുടെ. അപ്പൊ ഒരു ദിവസം നട തുറന്നു. പാർവതിയുടെ അമ്പലത്തിലെ മറ്റേ തിരുവേണി നട തുറന്നപ്പോ ഒരു കൂമ്പാരം കടലാസുകൾ ഐ ലവ് യു എഴുതിയിട്ടുണ്ട്. ഒന്നൊന്നല്ല, ഒരു 1000കണക്കിന് കടലാസുകളുണ്ട് ഐ ലവ് യു എഴുതിയിട്ടുണ്ട്. തിരുമണി ആകെ പകച്ചുപോയി. അവള് 10 മണിയാവോ, രാധാമണിയാവോ, ലീലാമണിയാവോ, അങ്ങനെ ആൾക്ക് ആ നാട്ടിലുള്ള എല്ലാ മണികളും ആളുടെ മനസ്സിലൂടെ കടന്നുപോയി. അപ്പൊ ആ വഴിയില്ല, എന്നിട്ട് ഐ ലവ് യു ഇംഗ്ലീഷിൽ എഴുതിയില്ലേ, ഇംഗ്ലീഷിൽ എഴുതാൻ വഴിയില്ല. എന്തായാലും ഭാര്യ അറിയാൻ നന്നായി. ഈ ഇപ്പത്തെ പറഞ്ഞ വഴിപാടുകളെ ആള് വൺ ഓഫ് ഇൻസിഡന്റ് പോയി. ആള് ആദ്യ പിറ്റേ ദിവസം നട തുറന്നപ്പോ ഇതുപോലെ തന്നെ കുറെ കൂമ്പാരം പേപ്പറുകൾ. അപ്പൊ ആൾക്ക് മനസ്സിലായി ഇതൊരു മനുഷ്യനെ കൊണ്ട് കൂട്ടിയാൽ കൂടുതൽ. ആള് വേഗം മറ്റേ കമ്മിറ്റിക്കാരെ വിളിച്ചു, അഷ്ടമംഗല പ്രശ്നം വേണം, മധു വേണം. അപ്പൊ ആള് പറഞ്ഞത് ഇത് മറ്റേ ശിവൻ പാർവതിയോട് പറയുന്ന ഒരു മെസ്സേജ് ആണ്. അതാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് കൂട്ടിയാൽ കൂടുതല. അപ്പൊ കമ്മിറ്റിക്കാരെ വിളിച്ച് ശിവനെന്താ സാഹിബ് ശിവനെങ്ങാനാണോ ഇംഗ്ലീഷിൽ എഴുതാനായിട്ട്? അതൊന്നല്ല, നിൽക്കുമല്ല മറ്റേ ദേവഭാഷ സംസ്കൃതത്തിലൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എടുത്ത് മനസ്സിലാവാനാ. നിങ്ങൾക്ക് മലയാളം തന്നെ കൂട്ടി വായിക്കാൻ അറിയോ? അത് വേറെ ശിവൻ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് മറ്റേ ഇംഗ്ലീഷിൽ എഴുതുകയാണ്. ഇതെന്തോ പ്രശ്നം. അപ്പൊ അങ്ങനെ ആകെ അവിടെ ദേവപ്രശ്നം നടക്കുന്നു. അത് പ്രശ്നം ഒരു മൂലയ്ക്ക് ഒരാൾ മാത്രം മിണ്ടാണ്ടേ ഉണ്ടായി. സത്യത്തില് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രതാപേട്ടൻ വരുത്തിക്കൊണ്ടിരുന്ന ഭാഗമായിട്ട് മറ്റാൾ ഉപദേശിച്ചതാണ്. ഈ കുട്ടിയെ മനസ്സിൽ ധ്യാനിച്ച് ഇങ്ങനെ ഐ ലവ് യു എന്ന് എഴുതി പാർവതിക്ക് സമർപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടി വന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് മനസ്സിലായി ദൈവങ്ങൾ വരെ കഴിവിട്ടു. അപ്പൊ ആള് തീരുമാനിച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ അറിയിക്കുന്നു ചോദിച്ചാൽ ആളുടെ മനസ്സിൽ അത്രയും ഡീപ്പിൽ അത് എഫക്ട് ചെയ്യുന്നുണ്ടായി. അപ്പൊ അന്ന് ആളിങ്ങനെ പല കാര്യങ്ങളായിരുന്നു. ലെറ്റർ കൊടുത്താലോ, ലെറ്റർ കൊടുത്താൽ ശരിയാകും പഴയ രീതിയിൽ വളരെ കവിതയായിട്ട് എഴുതി കൊടുക്കാൻ കഴിയും. അപ്പൊ ആളന്ന് എഴുതി കവിത എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊരിടത്ത് പാടുകയാണ്. പ്രണയം പലതും പറയും മുമ്പേ പറവേണ്ടി പറഞ്ഞു പല നാളുകൾ പല വഴി താരങ്ങൾ തേടി ഞാൻ അടുത്തപ്പോൾ പ്രണയം നീയത്തെ പറന്നതും പ്രകാരം പ്രതാപൻ. അങ്ങനെ പല പ്രകാരം പ്രഹരങ്ങൾക്ക് ശേഷം പെൺകുട്ടി തീരുമാനിച്ചു പ്രതാപേട്ട എന്തെങ്കിലും ചെയ്യണം. എന്നിട്ട് വിചാരിച്ചാൽ പ്രതാപനെ കാണാമെന്നു. പ്രതാപ് എന്തിനൊക്കെ കല്യാണൊക്കെ ഏകദേശം ഉറപ്പിച്ചതാണ്. ഇത് എന്തിനാണ് ചെയ്യണത്? എനിക്കെന്തെങ്കിലും മറുപടി തന്നെ പറ്റൂ, എന്നാ മാത്രമേ ഞാൻ നിർത്തുള്ളൂ. എന്താ ഇത് നമുക്ക് കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ നിർത്താറ്. അപ്പൊ അങ്ങനെ ആ കുട്ടി ഗത്യന്തരില്ലാണ്ട് ഇങ്ങനെ അഹമാനന്ദമന്ദ അന്തേ ചിന്താനന്ദസ്യ അന്തകാലായ അന്തമാനഹരപ്പായ സാധനം കിട്ടിയപ്പോ അതിനോട് തോന്നി അന്തരിത്ത സുന്ദര രീതിയല്ല ഇത് ഏത് ഭാഷയിലാണ്. അന്തൊന്നും ഹിന്ദി അല്ലാതെ കൊണ്ടു കനം കാണിച്ചു. അപ്പൊ ആർക്കൊരു പിടുത്തങ്ങളില്ല, ഇത് ഹിന്ദിയല്ല മറാഠിയാവോ
ഗുജറാത്തി പോകുന്നൊക്കെ ചർച്ചകളുണ്ടായി. അപ്പൊ അവിടെ ബാലകൃഷ്ണൻ സംസ്കൃതമൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആള് 5, 10, 14 കൊല്ലം അവിടെ പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ആള് പറയുന്ന വളരെ നോക്കി പറഞ്ഞു, ഓ അതെന്ത് അപ്പൊ എന്തായാലും സംസ്കൃതം തന്നെയാണ്. ഒരു കാര്യം ചെയ്യും, ഞാൻ സംസ്കൃത ടീച്ചറൊന്നും കൊണ്ട് കാണിച്ചു നോക്കാം, ടീച്ചർ വേണമെങ്കിൽ നോക്കിട്ട് പറയും. അപ്പൊ അങ്ങനെ ബാലകൃഷ്ണൻ അല്ല പ്രധാനപ്പെട്ട സംസ്കൃത ടീച്ചറെ എടുത്ത് സാധനം പോകും. സംസ്കൃത ടീച്ചർ ഇത് സിലബസിലല്ല, ഇത് ശരിയാക്കി കേട്ടോ, സിലബസിലാന്ന് പറയും. അപ്പൊ അങ്ങനെ സിലബസിലാണ് സാധനം കിട്ടുകയാണ്. ഒരു രക്ഷയില്ല. അപ്പൊ എല്ലാവരും പോയി നാട്ടുകാരെ പ്രശ്നമായി, എല്ലാവരും ഇടപെട്ടു. അങ്ങനെ പ്രധാനപ്പെട്ടോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ആളുണ്ട് മറ്റേ സംസ്കൃതം വിദ്വാൻ, ആളെ പോയി കാണും, ആളെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പ്രധാനപ്പെട്ട ഇങ്ങനെ സംസ്കൃതം വിദ്വാൻ ആളുടെ ഭാഗ്യം കേടിന് സംസ്കൃതം വിദ്വാനപ്പോ ആളുടെ മോന്റെ കൂടെ ബോംബെക്ക് പോയിട്ട്, ബോംബെയിൽ വാഷിംഗ് സ്ഥലത്ത് പോയിട്ട് അങ്ങനെ പ്രധാനപ്പെട്ട വീട്ടില് പറഞ്ഞു ബോംബെക്ക് പോകണം, എന്തായാലും പോയിട്ട് ഇതാവുള്ളൂ. അങ്ങനെ ആള് ഇതങ്ങനെ തല്ലുകൂടി ബോംബെക്ക് പോയി. ബോംബെയില് വാശി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അപ്പൊ ബോംബെയില് വാശിയിൽ ഇറങ്ങിയിട്ട് പ്രധാനപ്പെട്ട മറ്റേ അമ്മയ്ക്ക് ലെറ്റർ എഴുതി, അമ്മേ ഞാൻ വാശിയിലാണ് ഇറങ്ങിയത്, വാശിയിലാണ് ഭക്ഷണം കഴിച്ചത്, വാശിയിലാണ് താമസിച്ചത്, വാശി തുടരാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അമ്മ ഇവിടുന്ന് തിരിച്ച് ലെറ്റർ എഴുതി, മകനെ വാശി നാശത്തിനാണ് ഈ വാശി കൊടുക്കുന്നത്. പ്രധാനപ്പെട്ട ഉദ്ദേശിച്ച വാശി ബോംബെ വാശി. പക്ഷെ അമ്മ വിചാരിച്ച് വികാരം വാശി എന്ന് എഴുതിയിട്ട് മറുപടി അങ്ങനെ പ്രധാനപ്പെട്ട വാശിയിൽ മാഷ കണ്ടു. മാഷോട് പറഞ്ഞു, ഞാൻ ഒരു ജോലിയുടെ കാര്യത്തിനാണ്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്ന ജോലിയുടെ കാര്യത്തിനാണ്. അപ്പൊ മാഷ് വാശിയിൽ പോയി മാഷെ കണ്ടു. മാഷോട് വാശിയിലുള്ള സാധനം കണ്ടു കൊടുത്തു. മാഷ് നോക്കിയിട്ട് മാഷിന് സിലബസ് ഇല്ലാത്ത പഠിക്കുന്നുണ്ടില്ല. നോക്കിട്ട് പറഞ്ഞു, മറ്റേ ഇതാണോ പാട്ട് എഴുതുന്ന കമ്പനിക്കാരാണോ? എന്തുണ്ടോ കൊടുത്തിട്ടില്ല. അതായത് സത്യത്തിൽ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസിക വായിച്ചോളൂ. അതിലെന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പ്രധാനപ്പെട്ട ശല്യം സഹിക്കാണ്ട് ആളോട് പറയാൻ ലെറ്റർ കൊടുത്ത് ആള് പറയാം, ഞങ്ങൾ തന്നെ ഇട്ടായിരുന്നു, ഇപ്പൊ ഇട്ടാന്ന് പറയും. എന്നിട്ട് അപ്പൊ എന്ന് വെച്ചാൽ ഇന്റർനെറ്റിൽ പോയിട്ട് ഇതിന്റെ ഒരു ട്രാൻസ്ലേഷൻ എടുത്തിട്ട് അയച്ചു കൊടുത്താണ്. അതാണ് പ്രധാനപ്പെട്ട വാശി. പക്ഷെ എന്താ കഴിഞ്ഞാൽ ഇതില് നല്ല ഒരു ഗുണമുണ്ടായത് എന്താണെന്ന് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട അങ്ങനെ വാശിയിൽ താമസിക്കും, വാശിയിൽ പഠിക്കും, വാശിയിൽ ജോലി ചെയ്ത്, വാശിയിൽ യൂസിൽ പോയി, വാശിയിൽ രക്ഷപ്പെടും. അതാണ് പ്രധാനപ്പെട്ട വാശിയുള്ള അങ്ങനെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന് മുമ്പേ അവസാനിപ്പിക്കും. അപ്പൊ ഞാൻ അവസാനം ഒരു പാട്ട് വഴി അവസാനിപ്പിക്കുന്നത്. ഇപ്പോഴും കേരളത്തിൽ പല്ലക്കിൽ സഞ്ചരിക്കുന്ന വളരെ കുറച്ച് ആളുകളുടെ ഒരാളാണ് രാമൻ. രാമന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ജോലി മറ്റേ ചാരമാറ്റാണ് ആള് വരും, ചാരമാറ്റി ടെസ്റ്റിംഗ് ആള് വരും. അപ്പൊ ആള് ജോലി കഴിഞ്ഞ് ഇങ്ങനെ ഒരുപടിക്കും ഏതെങ്കിലും പാടത്തിന്റെ മണ്ടയ്ക്ക് വീണുണ്ടാവും. അപ്പൊ അവർക്ക് മണ്ടയ്ക്ക് വീണ്ടും എല്ലാവരും വീട്ടുകാരും 5-6 മക്കളുണ്ട്. അപ്പൊ അവര് ഒന്ന് എടുത്തോണ്ട് പോകണം. അപ്പൊ അവരെല്ലാം പാലപ്പത്തിൽ കൂടെ സാധനം കൊണ്ടുപോകാൻ പറ്റും പാല്. അപ്പൊ ഇവരെന്ത് ചെയ്തു, ട്രാൻസ്പോർട്ടേഷനിൽ ഇംപ്രൂവൈസേഷൻ നടത്തി. മറ്റേ ചാരുകസാര അത് മുളക് പല്ലക്ക് മര്യാദ. അപ്പൊ രാമന്റെ എല്ലാ ദിവസവും വീട്ടിൽ പോയി ഇങ്ങനെ പല്ലക്കുള്ള വീട്ടിൽ പോയി. അങ്ങനെ ആള് ദിവസം പല്ലക്കില് വീട്ടിൽ പോകുമ്പോ ആളുടെ ഫ്രണ്ട് ഉണ്ട് കോരാന്ന്. അപ്പൊ കൂടെ കംപ്ലൈന്റ് ആയിട്ട് പാടുന്ന പാട്ടെന്ന് പോയി. രാമന്റെ അത് നന്നായിട്ട് പാടില്ല, നല്ല ക്ഷമിക്കുക, എത്രയും ക്ഷമിച്ചത്. അപ്പൊ ഞാൻ പാടാണ്, കോര കൂടിച്ചത് പോരാ, കോട കൂടിച്ചത് പോരാ, കോലിയില പാടത്ത് കാച്ചിയ കോട കുടിച്ചത് പോരാ, കോര കുടിച്ചത് പോരാ, കോട കുടിച്ചത് പോരാ, കോലിയില പാടത്തു കാച്ചിയ കോട കുടിച്ചത് പോരാ. ഇന്ന് പുനവസാരം വാങ്ങാത്തൊരു നാരങ്ങ അട്ടാപട്ട നേരട്ട ഇട്ടുമാറ്റിയ കോട കുടിച്ചത് പോരാ, കോര കുടിച്ചത് പോരാ.